നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഏതൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോഴും ധാരാളം വിമർശനങ്ങളെ നേരിടേണ്ടി വരും. എന്നാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയായ വഴിയിലാണെങ്കിൽ വിമർശിച്ചവർ തന്നെ തീർച്ചയായും നിങ്ങളെ അനുകൂലിക്കുക തന്നെ ചെയ്യും. സ്വാഗതം ഇന്നത്തെ സന്ധ്യാദീപത്തിലേക്ക്. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. അതിമനോഹരമായ കമാനങ്ങളാലും ശില്പഭംഗി നിറഞ്ഞ ഗോപുരങ്ങളാലും ആകർഷകമാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിന് പശ്ചാത്തലമൊരുക്കുന്ന കമനീയ ശില്പങ്ങളാൽ അലങ്കൃതമാണ് ക്ഷേത്രം. ഇന്ന് കാണപ്പെടുന്ന ഗർഭഗൃഹമായിരുന്നു ആദ്യകാലത്ത് ക്ഷേത്രം എന്ന രീതിയിൽ നിലനിന്നിരുന്നത്. വിശാലമായ മണൽപ്പരപ്പിന് നടുവിലെ ചെറിയ ഒരു അമ്പലം മാത്രമായിരുന്നു അന്നത്. ഇന്ന് ഈ ക്ഷേത്രത്തിന് മനോഹരമായതും തികച്ചും കേരളീയ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതുമായ ഒരു ശ്രീകോവിലാണുള്ളത്. കല്ലുപാകിയ പ്രദക്ഷിണ വഴി, വിപുലമായ നാലമ്പലം, ഉപദേവതാ ക്ഷേത്രങ്ങൾ ഇവയിലെല്ലാം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് കേരളീയ വാസ്തു സമ്പ്രദായം തന്നെയാണ്. എന്നാൽ ഗോപുരങ്ങളും വാതിലുകളുമെല്ലാം ഇതിൽ നിന്നും ഭിന്നമാണ്. തമിഴ് ശില്പശൈലിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കമാനങ്ങളും ഗോപുരങ്ങളും ക്ഷേത്രത്തെ പ്രൗഢഗംഭീരമാക്കുന്നു. ക്ഷേത്രാങ്കണത്തിലേക്ക് കടക്കുന്ന കമാനത്തിനു മുകളിൽ നടുവിലായി സിംഹാരൂഢയായ ദേവിയുടെ ശില്പം കാണാം. ഇരുവശങ്ങളിലുമായി ഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെയും ശില്പങ്ങളാണ്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന വാതിലിന് മുകളിൽ ആസുരശക്തിയെ കാൽക്കീഴിൽ ഒതുക്കി വിരാജിക്കുന്ന ദേവീശില്പം കാണാം. മുഖമണ്ഡപത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചെറുതും വലുതുമായ ശില്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. കണ്ണകി ചരിതം, ദശാവതാരങ്ങൾ, രക്ഷയാഗം, മറ്റു പുരാണ കഥാസന്ദർഭങ്ങൾ എന്നിവ വിശദമാക്കുന്ന അതിമനോഹരമായ ശില്പങ്ങൾ ക്ഷേത്രഗോപുരത്തിൽ കാണാം. ഓരോ വാതിലുകളുടെയും മുകളിൽ വിഭിന്ന ഭാവത്തിലുള്ള ദേവീ ശില്പങ്ങൾ കാണാം. ഈ ശില്പങ്ങൾ ശിലയിൽ കൊത്തിയെടുത്തവയല്ല, കോൺക്രീറ്റിൽ നിർമ്മിച്ച് വർണ്ണങ്ങൾ ചാർത്തിയവയാണ്. എന്നാൽ ക്ഷേത്രമണ്ഡപത്തിലെ ശിലാനിർമ്മിതമായ തൂണുകളിൽ പ്രാചീന ക്ഷേത്രങ്ങളുടേതുപോലെയുള്ള കൊത്തുപണികൾ കാണാം. ഇങ്ങനെ സമ്മിശ്രമായ വാസ്തു സങ്കേതങ്ങളാൽ കമനീയമാക്കപ്പെട്ടതാണ് ആറ്റുകാൽ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പുറംഭാഗത്തെ അങ്കണവും മേൽക്കൂരകളാൽ സംരക്ഷിതമാണ്. ശിവൻ, ഗണപതി, നാഗദൈവങ്ങൾ, മാടൻ തമ്പുരാൻ എന്നിങ്ങനെയുള്ള ഉപദേവതാ ക്ഷേത്രങ്ങളും നാലമ്പലത്തിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന വഴികളും ക്ഷേത്ര പരിസരവും ദിവസസമയ ഭേദമില്ലാതെ അനുഭവപ്പെടുന്ന ഭക്തജന തിരക്കും കൂടിച്ചേർന്ന് ഈ പ്രദേശത്തെ ഭക്തിസാന്ദ്രമായ ഒരു ചെറു പട്ടണമായി മാറ്റിയിരിക്കുന്നു. അതിന് നടുവിൽ അഭീഷ്ടവരദായിനിയും പ്രപഞ്ചനാഥയുമായി നാരായണി കുടികൊള്ളുന്നു. ഒരു നാടിന്റെ മുഴുവൻ ഐശ്വര്യമായി. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. പ്രശസ്ത കവിയായ പൂന്താനം അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളെ കൂടാതെ നിരവധി സ്തോത്രങ്ങളും രചിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പാർത്ഥസാരഥി സ്തോത്രം. അർജുനന്റെ തേര് തെളിയിക്കുന്ന കൃഷ്ണനെ നമ്മുടെ കൺമുന്നിൽ കാട്ടിത്തരുന്ന തരത്തിലുള്ള വർണ്ണനയാണത്. അത്യധികം ഊർജം പകരുന്ന ഈ കൃതി പാരായണം ചെയ്യുന്നത് അലസതയും ക്ഷീണവും ഉണ്ടാവുകയില്ല. അവൻ എപ്പോഴും കർമ്മനിരതനായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ സന്ധ്യാനാമത്തിലേക്ക് പോകാം. നന്ദാനന്ദ സച്ചിദാനന്ദ
നന്ദാനന്ദ സച്ചിദാനന്ദ നന്ദാനന്ദ സച്ചിദാനന്ദ നന്ദ നന്ദ സച്ചിദാനന്ദ അള്ളൂ നന്ദ ഇള്ളൂ നന്ദ ಜ್ಞಾನಿಗೆ ಕಣ್ಣಿಗೆ ಸಚ್ಚಿದಾನಂದ ಅಳ್ಳೂ ನಂದ ಇಳ್ಳೂ ನಂದ ಜ್ಞಾನಿಗೆ ಕಣ್ಣಿಗೆ ಸಚ್ಚಿದಾನಂದ ನಂದಾನಂದ ಸಚ್ಚಿದಾನಂದ ಭಕ್ತರ ಸಲಕುವ ಸಚ್ಚಿದಾನಂದ ಭಕ್ತರ ಸಲಕುವ ಸಚ್ಚಿದಾನಂದ ಭಕ್ತರ ಸಲಕುವ ಸಚ್ಚಿದಾನಂದ ಭಕ್ತರ ನಲಿಸುವ ನೆಲೆಸಿದ ನಂದ ಭಕ್ತರ ಸಲಕುವ ಸಚ್ಚಿದಾನಂದ ಭಕ್ತರ ನಲಿಸುವ ನೆಲೆಸಿದ ನಂದಾನಂದ ಸಚ್ಚಿದಾನಂದ ನೋಡಲು ಕಣ್ಣಿಗೆ ಮುಕುಟಾನಂದ ನೋಡಲು ಕಣ್ಣಿಗೆ ಮುಕುಟಾನಂದ ನೋಡಲು ಕಣ್ಣಿಗೆ ಮುಕುಟಾನಂದ ಸಮಸ್ತ ಜನರೊಳು ನೆಲೆಸಿದ ನಂದ ನೋಡಲು ಕಣ್ಣಿಗೆ ಮುಕುಟಾನಂದ ಸಮಸ್ತ ಜನರೊಳು ನೆಲೆಸಿದ ನಂದ ನಂದ ಸಚ್ಚಿದಾನಂದ ಅಳ್ಳೂ ನಂದ ಇಳ್ಳೂ ನಂದ ಜ್ಞಾನಿಗೆ ಕಣ್ಣಿಗೆ ಸಚ್ಚಿದಾನಂದ ಚಂಚಲ ಮನಸ್ಸಿಗೆ ಇಳವಯನಂದ ಚಂಚಲ ಮನಸ್ಸಿಗೆ ಇಳವಯನಂದ ಚಂಚಲ ಮನಸ್ಸಿಗೆ ಇಳವಯನಂದ ನಿಶ್ಚಲ ಮನಸ್ಸಿಗೆ ಸಚ್ಚಿದಾನಂದ ಚಂಚಲ ಮನಸ್ಸಿಗೆ ಸಚ್ಚಿದಾನಂದ ನಿಶ್ಚಯ ಮನಸ್ಸಿಗೆ ಇಳವಯನಂದ ನಂದ ನಂದ ಸಚ್ಚಿದಾನಂದ ಅಳ್ಳೂ ನಂದ ಇಳ್ಳೂ ನಂದ ಜ್ಞಾನಿಗೆ ಕಣ್ಣಿಗೆ ಸಚ್ಚಿದಾನಂದ ನಂದಾನಂದ 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 ಸಚ್ಚಿದಾನಂದ കലപ്പ ആയുധമാക്കിയ ദേവനാണ് ബലരാമൻ. എങ്കിലും അദ്ദേഹം ഗദായുദ്ധത്തിൽ അതിനിപുണനായിരുന്നു. സൗനന്ധ എന്ന ഗദ അദ്ദേഹത്തിന്റെ ആയുധമായിരുന്നു എന്ന് പുരാണം പറയുന്നു. മഹാഭാരത കഥയിൽ ഗദായുദ്ധത്തിൽ സമർത്ഥരായ പലരും ബലരാമന്റെ ശിഷ്യന്മാരായിരുന്നു എന്ന് പറയപ്പെടുന്നു. ബലരാമ ശിഷ്യന്മാരെ കുറിച്ചറിയാം ഇന്നത്തെ കഥയമമ്മയിലൂടെ. എല്ലാവർക്കും നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ലോകം കണ്ടതിൽ വെച്ച് പുരാണ ഇതിഹാസങ്ങളിൽ നിരവധിയായിട്ടുള്ള വീരന്മാരുടെ കഥകൾ പറയുന്നുണ്ടെങ്കിലും ദ്വാപരയുഗത്തിലും പ്രത്യേകിച്ച് മഹാഭാരത കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വീരന്മാരിൽ ഒരാളായിട്ട് കണക്കാക്കിയിരുന്ന ഒരാളായിരുന്നു നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ബലരാമസ്വാമി. എന്നാൽ വേണ്ടത്ര പ്രാധാന്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാനും സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശക്തി എന്തായിരുന്നു,
ഹസ്തിനപുരിയെ മുഴുവൻ കലപ്പ കൊണ്ട് വലിച്ച് സമുദ്രത്തിലേക്ക് എറിയാൻ പോയ ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ശക്തി എന്തായിരുന്നു എന്നുള്ളത് ആ ഒരു സന്ദർഭത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും അദ്ദേഹത്തിൻ്റെ ഈ ശക്തി വേണ്ട രീതിയിൽ മനസ്സിലാക്കി അദ്ദേഹത്തിൽ നിന്ന് അത് പഠിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ കുറിച്ചാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിരവധിയായിട്ടുള്ള ശിഷ്യന്മാർ ബലരാമസ്വാമിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഴിവ് എന്ന് പറയുന്നത് ഒന്ന് മല്ലയുദ്ധത്തിലായിരുന്നു. ആയുധം ഒന്നും തന്നെ ഉപയോഗിക്കാതെ മല്ലയുദ്ധത്തിലൂടെ ശത്രുവിനെ നേരിടുക. നോക്കൂ, ഭഗവാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് മധുരയിലേക്ക് ബലരാമസ്വാമിയോടൊപ്പം പോകുന്ന കൃഷ്ണൻ 2 മല്ലന്മാരെ നേരിടുന്നുണ്ട്. ഒരാളുടെ പേര് മുഷ്ടികൻ എന്നാണ്, ഒരാളുടെ പേര് ചാണൂരൻ എന്നാണ്. ആ മുഷ്ടികനെയും ചാണൂരനെയും കൃഷ്ണനും ബലരാമനും ചേർന്നാണ് ഇല്ലാതാക്കുന്നത്. അതിനുശേഷം കംസന്റെ കൊലയാന, കുവലയാപീഠം എന്ന് വിളിക്കപ്പെടുന്ന ആനയും മല്ലയുദ്ധത്തിലൂടെ ഇവർ രണ്ടുപേരും തോൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബലരാമസ്വാമി ആണെങ്കിലും കൃഷ്ണനാണെങ്കിലും മല്ലയുദ്ധത്തിൽ അതീവ വിശാരദന്മാരായിരുന്നു. അത് അവരുടെ ഒരു മേഖല. 2, ബലരാമസ്വാമിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയായിരുന്നു ഗദായുദ്ധം എന്ന് പറയുന്നത്. ഗദ കൊണ്ടുള്ള യുദ്ധ നിയമങ്ങൾ, ഗദ കൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ, ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വളരെയധികം കൂടുതലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് നിരവധിയായിട്ടുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിലും പ്രധാനപ്പെട്ട 2 ശിഷ്യന്മാരെ അദ്ദേഹത്തിന് കിട്ടി. അതിലൊരാളുടെ പേര് ഭീമൻ എന്നാണ്, ഒരാളുടെ പേര് സാക്ഷാൽ ദുര്യോധനൻ എന്നാണ്. ദ്രോണാചാര്യർ 2 പേർക്കും ഗുരുനാഥന്മാരായിട്ടുണ്ടായിരുന്നു. കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുനാഥനായിരുന്നു ദ്രോണർ. എന്നാൽ പാണ്ഡവർക്കൊപ്പം നിൽക്കുന്ന സമയത്തും കൗരവരോട് അത്രയധികം സ്നേഹം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ബലഭദ്രസ്വാമി എന്ന് ദുര്യോധനനെ ശിഷ്യനാക്കിയതിൽ ബലഭദ്രസ്വാമിയുടെ ആ ഒരു ശിഷ്യനോടുള്ള ഭക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ സമയം ഭീമനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു, അതേസമയം സാക്ഷാൽ ദുര്യോധനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. അവരുടെ 2 പേരുടെയും ഗദായുദ്ധത്തിലുള്ള പ്രാവീണ്യം എങ്ങനെയാണ് ഇത്രയധികം ലോകം മുഴുവൻ വാഴ്ത്തുന്ന തരത്തിൽ കേൾവി കേട്ടത് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. അവർ 2 പേരും പഠിച്ചിരിക്കുന്നത് സാക്ഷാൽ ആദിശേഷൻ്റെയും നാരായണൻ്റെയും അംശാവതാരമായിട്ടുള്ള ബലഭദ്രൻ്റെ അടുത്തു നിന്നാണ്. ഗദായുധത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ ദ്രോണർ പഠിപ്പിക്കുന്നുണ്ട്, ഭീമനെയാണെങ്കിലും ദുര്യോധനെയാണെങ്കിലും. എന്നാൽ അതിലെ പുതിയ അഭ്യാസമുറകൾ, പുതിയ തരത്തിൽ എങ്ങനെ ഗദ ഉപയോഗിക്കാം, ഗദ കൊണ്ടുള്ള ചുവടുകൾ എങ്ങനെയൊക്കെയാണ് വേണ്ടത്, ഇതൊക്കെ ഇവർ 2 പേരെയും പഠിപ്പിച്ചിട്ടുള്ളത് സാക്ഷാൽ ബലരാമസ്വാമിയാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ 2 പേരും അത്രയധികം പ്രിയപ്പെട്ടവരായിരുന്നു ബലരാമസ്വാമിക്ക്. അതുകൊണ്ട് ഭഗവാനോട് പോലും ഒരു തരത്തിലുള്ള സംഭാഷണത്തിൽ ഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആരുടെ കൂടെ നിൽക്കും കൃഷ്ണ എന്നൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവും. കാരണം ഒരേപോലെ പ്രിയപ്പെട്ടവരാണ് പാണ്ഡവരും കൗരവരും. അപ്പം അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഈ ഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് കൃഷ്ണൻ തേരാളിയായിട്ടെങ്കിലും കൂടെ നിൽക്കുന്നുണ്ട്, ഞാൻ അതിനു പോലും ഇല്ല എന്നുള്ള ഒരു വ്യാഖ്യാനത്തോടു കൂടി ആ സമയത്ത് തീർത്ഥാടനത്തിനായിട്ട് പോയത്. അദ്ദേഹം തീർത്ഥാടനത്തിന് പോയ കഥയും അവിടെ വെച്ച് അദ്ദേഹം സൂതനെ ഇല്ലാതാക്കിയതും അതിൻ്റെ ബ്രഹ്മഹത്യാ പാപം അദ്ദേഹം മാറ്റിയതൊക്കെ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ കേൾക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു, ഭാരതത്തിലെ നിരവധി തീർത്ഥങ്ങളിൽ സഞ്ചരിച്ചു. അങ്ങനെ അദ്ദേഹം മടങ്ങി വരുന്ന സമയത്ത് മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു ക്ലൈമാക്സ് സീനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തീർത്ഥാടനം കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ ദുര്യോധനനും ഭീമനും തമ്മിലുള്ള ഗദായുദ്ധം നടക്കുന്നത്. അദ്ദേഹം നോക്കുമ്പോൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 ശിഷ്യന്മാരതാ അവരുടെ കയ്യിലുള്ള ആ ഗദ എന്ന് വിളിക്കപ്പെടുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം മല്ലിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അവരുടെ പോരാട്ടം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ അഭിമാനം തോന്നുന്നതാണ്. കാരണം എൻ്റെ ശിഷ്യന്മാരെ ഒരാളും ഇവനാണ് മികച്ചത് എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം അത്രയധികം കേമത്തരം 2 ഭാഗത്തേക്കും. പലപ്പോഴും ദുര്യോധനാണ് ഒരു പടി മുകളിൽ നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നിയതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ പോരാട്ട വീര്യം അത്രയും ഉണ്ടായിരുന്നു. ദുര്യോധനൻ ഈ ജലാശയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന സമയത്ത് പാണ്ഡവർ പോയി വെല്ലുവിളിക്കുന്നുണ്ട്, എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും, ഞങ്ങളിൽ ആരെ വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം, ഞങ്ങളിൽ ആരെ തോൽപ്പിച്ചാലും നിനക്ക് രാജ്യം തരാം എന്നൊക്കെയാണ് പാണ്ഡവർ ദുര്യോധനോട് പറയുന്നത്. ദുര്യോധനൻ ആ സമയത്ത് തിരഞ്ഞെടുക്കുന്നത് ഭീമനെയാണ്. കാരണം
ദുര്യോധനോട് നേരിടാൻ കെൽപ്പുള്ള യോദ്ധാക്കൾ അന്ന് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരാളെ പണ്ടേ ഭഗവാൻ ഇല്ലാണ്ടാക്കി. അയാളുടെ പേര് ജരാസന്ധൻ എന്നായിരുന്നു. മറ്റൊരാൾ ബലരാമസ്വാമിയാണ്. പിന്നൊരാൾ ഭീമനാണ്. ഇവരെ 3 പേരെ മാത്രമാണ് ദുര്യോധനെ നേരിടാൻ ഇവർക്ക് 3 പേർക്കേ സാധിക്കുള്ളൂ. വേറെ ഒരാൾക്കും അദ്ദേഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനും സാധിക്കില്ല. അങ്ങനെയുള്ള ബലരാമസ്വാമിയാണ് യുദ്ധം കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഗാന്ധാരിയുടെ അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ബലഭദ്രസ്വാമിയുടെ തന്നെ ശിഷ്യനായിട്ടുള്ള ഭീമന് സാധിക്കുന്നില്ല. ആ സമയത്താണ് ഭഗവാൻ ഉപായം കാണിച്ചു കൊടുക്കുന്നത്. തൊടയിടുക്കിലേക്ക് ഗത കൊണ്ട് പ്രഹരിക്കാൻ പറയുന്നു. തൊടയിടുക്കിലേക്ക് ഭീമൻ ഗത കൊണ്ട് അടിക്കുന്നു. ഗതായുദ്ധത്തിൽ ഒരിക്കലും അരക്കെട്ടിന് താഴെ ശസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല, ഗത ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം. എന്നാൽ ആ നിയമം തെറ്റിച്ചുകൊണ്ട് ആ ദുര്യോധനന്റെ തൊടയിലേക്ക് ആഞ്ഞടിക്കുകയാണ് ഭീമൻ. ഇത് കാണുമ്പോൾ പാണ്ഡവർക്കും കൃഷ്ണനൊക്കെ സന്തോഷമാണെങ്കിലും കോപം കൊണ്ട് വിറയ്ക്കുന്ന ഒരു ബലഭദ്രസ്വാമിയാണ് നമുക്ക് കാണുക. അതാണ് അദ്ദേഹത്തിന്റെ ധാർമ്മിക ബോധം. അദ്ദേഹത്തിന് ആ ഗുരുവിനോട് ഏത് ശിഷ്യനാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അതുപോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ശിഷ്യരോടുള്ള സ്നേഹം. ഭീമനും തൻ്റെ ശിഷ്യനാണ്, ദുര്യോധനും തൻ്റെ ശിഷ്യനാണ്. പക്ഷെ ധർമ്മം ധർമ്മത്തിൻ്റെ പോലെ നടക്കണം. യുദ്ധത്തിനൊരു നിയമമുണ്ട്, ആ നിയമത്തിനനുസരിച്ചേ പാടുള്ളൂ. ഭീമനെ പോലും നേരിടാൻ അദ്ദേഹം ഒരു നിമിഷം തയ്യാറായി എന്നാണ്. നീ കാണിച്ചത് ചതിയാണ്, തെറ്റാണ്, നിന്നെ ഞാൻ ഇപ്പം സംഹരിക്കും എന്നുള്ളൊരു ഭാവം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകുന്നതാണ്. അത്രയധികം തൻ്റെ ശിഷ്യനോട് വാത്സല്യമുള്ള ഒരാളായിരുന്നു ബലഭദ്രസ്വാമി. എങ്ങനെയാണോ സ്വന്തം അനിയനായിട്ടുള്ള കൃഷ്ണനെ, ഗുരുവായൂരപ്പനെ അദ്ദേഹം സ്നേഹിച്ചത്, അതുപോലെ തൻ്റെ ശിഷ്യന്മാരെയും സ്നേഹിച്ചിരുന്ന ആളായിരുന്നു. അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഉള്ളൊരു മനസ്സുള്ള ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഉപദേശം, പാണ്ഡവരുടെ പക്ഷത്താണ് ന്യായം, പാണ്ഡവർക്കാണ് ധർമ്മം വേണ്ടത്, പാണ്ഡവർക്കാണ് രാജ്യം കിട്ടേണ്ടതെന്നൊക്കെ ഭഗവാൻ ഏട്ടനെ ഉപദേശിക്കുന്നത് കേട്ടാണ് അദ്ദേഹത്തിൻ്റെ കോപം മാറുന്നതും അദ്ദേഹം ഭീമനെ കൊല്ലാതെ വിടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളൊരു നല്ല ഗുരുനാഥനെ കൂടി ബലഭദ്രസ്വാമിയിൽ കാണാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഈ ഒരു അധ്യായം കൊണ്ട് എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്. വലിയ പോരാളിയാണ്, കൃഷ്ണൻ്റെ ഏട്ടനാണ്, വലിയ യുദ്ധ വിശാരദനാണ്, ഒക്കെ ശരി തന്നെ. പക്ഷെ അദ്ദേഹം നല്ലൊരു ഗുരുനാഥൻ കൂടിയാണ് എന്നുള്ള ചിന്ത കൂടി നമുക്ക് ഈ ഒരു സമയത്ത് വളരെ അദ്ദേഹത്തെ ഭക്ത്യാദരപൂർവ്വം ഓർക്കാം. അങ്ങനെയുള്ള ബലഭദ്രസ്വാമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഇന്ന് വ്യാഴാഴ്ച, വിഷ്ണു പ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. അതുകൊണ്ട് തന്നെ നാരായണീയവും വിഷ്ണു സഹസ്രനാമവും ഇവയൊക്കെ പാരായണം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ചരിത്രമുറങ്ങുന്ന കരമനയാറിന്റെ തീരങ്ങളിലൊന്നാണിത്. തിരുവനന്തപുരം ജില്ലയിലെ കൈമനം പാപ്പനംകോട് ദേശത്തെ ചിറക്കര മഹാവിഷ്ണു ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ്. ശ്രീകോവിലിനുള്ളിൽ ഒരേ ഗർഭഗൃഹത്തിൽ തന്നെ കിഴക്കും പടിഞ്ഞാറുമായി ശൈവ വൈഷ്ണവ ചൈതന്യങ്ങൾ ഒന്നിച്ചു കുടികൊള്ളുന്ന കേരളത്തിലെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. ചോളരാജാക്കന്മാരുടെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടു എന്ന ചരിത്രരേഖകൾ പറയുന്ന ഈ ക്ഷേത്രത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രം പഴമക്കാർക്ക് പോലും കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. ക്ഷേത്രത്തിന് അത്രമേൽ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. വിഷ്ണു സത്രം, ശ്രീ മഹാവിഷ്ണു സത്രം. ചോള രാജാക്കന്മാർക്ക് ശേഷം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സംരക്ഷണത്തിലായിരുന്ന ക്ഷേത്രം ഒടുവിൽ പ്രശസ്തമായൊരു നമ്പൂതിരി കുടുംബം ഏറ്റെടുക്കുകയും പൂജാവിധികൾ തുടർന്നു പോന്നു എന്നതുമാണ് വായ്മൊഴികളിലൂടെ അറിഞ്ഞുവരുന്നത്. ക്ഷേത്രത്തിന്റെ ചരിത്രകഥകൾ ഓർത്തെടുക്കുന്ന പ്രദേശവാസികൾ പറയുന്നത് ഒത്തിരി കാലത്തോളം ക്ഷേത്രത്തിൽ പൂജാവിധികളൊന്നുമില്ലാതെ ജീർണാവസ്ഥയിൽ കിടന്നിരുന്നുവെന്നാണ്. 1972 കാലഘട്ടത്തോടെ പ്രദേശവാസികൾ ക്ഷേത്രം ഏറ്റെടുക്കുകയും പൂജാവിധികൾ പുനരാരംഭിക്കുകയും ചെയ്തതോടെ ക്ഷേത്രമണികളുടെ താളത്തിൽ വീണ്ടും പുഴയൊഴുകി തുടങ്ങി. അങ്ങനെ ശൈവ വൈഷ്ണവ സ്തുതിഗീതങ്ങൾ ഈ ദേശവാസികളുടെ ആത്മസങ്കീർത്തനങ്ങളാവുകയും ചെയ്തു. നഗരഹൃദയത്തിൽ തന്നെ പുഴയോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രം ഏതൊരു തീർത്ഥാടകന്റെയും മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും കുളിർമയുള്ളതാക്കി ശാന്തിയുടെ അപാര തീരങ്ങളിലേക്ക് നയിക്കും.
ശാന്തമായ മനസ്സിൽ നിന്നു തന്നെയാണല്ലോ പ്രാർത്ഥനകളുടെ തീർത്ഥയാത്രകൾ ആരംഭിക്കുന്നത്. സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയുമ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ ഓരോ തന്മാത്രകളിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് പ്രേമം അറിഞ്ഞനുഭവിക്കാൻ കഴിയുന്നത്. ഈ അറിവുകൾ നൽകുന്ന ആനന്ദ നിർവൃതി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈശ്വരന്റെ കൃപാകടാക്ഷം. അങ്ങനെ ഭാവിയും ഭൂതവും വർത്തമാനവുമൊക്കെ ഭഗവാനിൽ തന്നെ സമർപ്പിച്ച് കർമ്മം ചെയ്യുമ്പോഴാണ് ഓരോ നിമിഷങ്ങളിൽ പോലും ഈശ്വരൻ നമ്മിൽ നിറയ്ക്കുന്ന വിശ്വപ്രേമത്തിന്റെ പൊരുൾ മനസ്സിലാകുന്നു. കേരളീയ ക്ഷേത്ര നിർമ്മാണ ശൈലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. വിശേഷാൽ പൂജകളും ഉത്സവങ്ങളും കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായൊരു ചടങ്ങാണ് കർക്കിടക വാവുബലി. ആയിരങ്ങളാണ് കർക്കിടക വാവിന് ഇവിടെ ബലിതർപ്പണത്തിനായി എത്തുന്നത്. പിതൃക്കളുടെ ആത്മശാന്തിക്കായുള്ള നേർച്ചകൾ ഈ പുഴയുടെ തീരങ്ങളിൽ സമർപ്പിക്കപ്പെടുന്നു. വിഷ്ണു പൂജകളാണ് ആദ്യം. ശ്രീകോവിലിനുള്ളിൽ നിന്നും പൂജാദ്രവ്യങ്ങളുടെ ഗന്ധം നാലമ്പലമാകെ പരക്കുമ്പോൾ ഭക്തജനങ്ങൾ ആത്മനിർവൃതിയോടെ പുണ്യദർശനത്തിനായി നിലയുറപ്പിച്ചു. തിരുവാറൻ മുളയും തിരുവൻവണ്ടൂർ തൃക്കൊടിത്താനം അമരും ഭഗവാനേ കൃഷ്ണ അമരും ഭഗവാനേ. മഹാവിഷ്ണു സത്രം ശ്രീ മഹാവിഷ്ണു സത്രം ശ്രീ മഹാവിഷ്ണു സത്രം ശ്രീ മഹാവിഷ്ണു സത്രം. വിഷ്ണു പൂജ കഴിഞ്ഞാൽ ശിവനടയിൽ ദീപാരാധനയായി. നാമനാമപ്രവാഹം ഗരുഡവാഹനം തന്നില്ലമരും കൃഷ്ണ ഭഗവാനേ. ദേവപൂജിതം ദേവവന്ദിതം നാമനാമപ്രവാഹം ഗരുഡവാഹനം തന്നില്ലമരും കൃഷ്ണ. ശ്രീകോവിൽ തുറന്നു. സുന്ദരരൂപനായ ഭഗവാൻ ഭക്തമാനസങ്ങളിലേക്ക് ശാന്തിയുടെ പുഞ്ചിരി നിറച്ചു. ആനന്ദവേളയാണിത്, മോക്ഷനാദമാണിത്. ഭക്തരുടെ ആത്മാവിന്റെ സരസുകളിൽ ഭഗവാന്റെ അവതാര രൂപങ്ങൾ ധർമ്മം പുനഃസ്ഥാപിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ആത്മാക്കളും വിശുദ്ധമായി ഭഗവത് പാദങ്ങളിൽ ലയിച്ചു ചേർന്നു. അങ്ങനെ ചിറക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ഇഹത്തിലും പരത്തിലും പുണ്യമാർന്നതാകുന്നു. ഓരോ മനുഷ്യനിലും ഈശ്വരൻ കുടികൊള്ളുന്നു. വിഭാഗീയതകൾ വെടിയുക, ദുർബലരെ സഹായിക്കുന്നതാണ് യഥാർത്ഥ ഈശ്വരഭക്തി. മാനവസേവയാണ് മാധവസേവ എന്ന് കേട്ടിട്ടില്ലേ? ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.